ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമില്ലാത്തവർക്ക് വേണ്ടി വേഗം സുഖമാകാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും സന്തോഷമുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ എത്ര വേഗമാണ് 2026 വർഷം ഇപ്പോൾ ഓൾറെഡി 13th ആയി കഴിഞ്ഞു. ദിവസങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമയം പോകുന്ന നമ്മൾ അറിയുന്നില്ല. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസൺസ് കൂടുതൽ സീനിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മിഡിൽ ഏജ് ആയിട്ടുള്ളവർ, എല്ലാവരും അതെ, എല്ലാവരും ഫാസ്റ്റായിട്ട് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ വീഡിയോ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ പ്രഭാതത്തിൽ എൻ്റെ മനസ്സിൽ തോന്നി ഏതാനും ചില കാര്യങ്ങൾ സീനിയർ സിറ്റിസന് വേണ്ടി പറയാമെന്ന്. അതുകൊണ്ട് ഇത് സീനിയർ സിറ്റിസന് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്കും കേൾക്കാനും അത് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നുള്ളതാണ്. ഇത് ഏത് പ്രായത്തിൽ, പ്രത്യേകിച്ച് ഒരു 30s മേലെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ജീവിതത്തിന് സന്തോഷവും അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുവാൻ സാധിക്കുന്നുള്ള രീതിയിൽ ആണ് ഈ വീഡിയോ പറയുന്നത്. ഏതാനും പോയിൻറ്റുകളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണല്ലോ ഈ ശരീരഭാരം കൂടുക, അതായത് ഒബിസിറ്റി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് ഒരു കാര്യമാണത്. പിന്നെ ഒന്ന്, നമ്മൾ കുറേ ജങ്ക് ഫുഡ് കഴിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ്, ആഹാരം കഴിച്ചിട്ട് നമുക്ക് വ്യായാമമില്ല, നമ്മൾ കുത്തിയിരുന്നുള്ള ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഒരു സഹായി കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ അത് ഒരു ഉപകരണങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഐഡിയ തരുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. എന്തായാലും ശരി, നമ്മൾ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഒബിസിറ്റിയുടെ ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് പലവിധ രോഗങ്ങൾ വരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ ഈ പ്രായമായവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് പ്രായക്കാർക്കും ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ സീനിയർ സിറ്റിസനെ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണ്ടതായ ഏതാനും ചില കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട്, ഈറ്റ് ക്വാളിറ്റി ഫുഡ്, നോട്ട് ക്വാണ്ടിറ്റി. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ക്വാണ്ടിറ്റി അല്ല ആവശ്യം. നമുക്കറിയാം, ഓരോ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പലവിധമായ മിനറൽസിൻ്റെ ഷോർട്ടേജ്, അതുപോലെ തന്നെ വൈറ്റമിൻ്റെ ഷോർട്ടേജ്, പ്രോട്ടീൻ്റെ ഷോർട്ടേജ്, ഇങ്ങനെ പല കാര്യങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടതായ കാര്യങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടായിരിക്കത്തില്ല. തന്നെയല്ല, നമ്മൾ വളരെ കുറവായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് കുറവായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതാണേലും ഇൻ ടൈമിൽ കഴിക്കാതെയും വളരെ ലിമിറ്റഡായിട്ടുള്ള ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലവിധമായ ശരീരത്തിന് ബലഹീനത ഭവിക്കുന്നുണ്ട്, ക്ഷീണം വരുന്നു. അതുപോലെ രോഗങ്ങളുള്ളവർക്ക് ഡയറ്റുകളുണ്ടാവും, അതുപ്രകാരം അവർ ജീവിക്കേണ്ടി വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ക്വാളിറ്റിയുള്ള ആഹാരം കഴിക്കുക, അതായത് വലിയ ക്വാണ്ടിറ്റി കഴിച്ചില്ലെങ്കിലും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കഴിക്കുക, പല പ്രാവശ്യമായിട്ട് കഴിക്കുക. അപ്പോൾ നല്ലവണ്ണം നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്ന പ്രായത്തിൽ അന്ന് തിരക്കായിരുന്നു, ഓട്ടമായിരുന്നു, ജോലിയായിരുന്നു, ബഹളമായിരുന്നു. അന്ന് നമുക്ക് എല്ലാം ഒന്നും നമ്മളുടെ ശരീരം ശ്രദ്ധിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നല്ല ആഹാരങ്ങൾ കഴിക്കുക, പ്രോട്ടീനുള്ളതും, അതുപോലെ തന്നെ എന്തൊക്കെ ആഹാരമാണെന്നൊക്കെ നമുക്ക് ഇന്നെല്ലാം യൂട്യൂബിൽ കിട്ടുന്ന കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് വേണ്ടിയതെന്നുള്ളത്. എന്നാൽ പ്രത്യേകമായിട്ട് പറയുമ്പോൾ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം ക്രമീകരിക്കണം. അതിൽ ഇലക്കറികൾ വൺ ഓഫ് ദ മെയിൻ ഇതാണ്. അതിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മുരിങ്ങയില, അതുപോലെയുള്ള പല സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ലഭിക്കുന്ന സാധനങ്ങളുണ്ട്.
അതുപോലെ വാഴയുടെ പിണ്ടി, പിന്നെ കൂമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാധാരണ കഴിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിലും അതുപോലെ തന്നെ നട്ട്സ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കണം എന്നുള്ള, അത് കമ്പൽസറി ആയിട്ട് നമ്മൾ ഇത് വാങ്ങിച്ച് കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതുപോലെ തന്നെ മുട്ട കഴിക്കണം. മുട്ട കഴിച്ച് അതുപോലെ അത് ആവുന്നത്ര, അതിന് വലിയ വിലയൊന്നുമില്ലല്ലോ, മുട്ട വാങ്ങിച്ച് കഴിക്കാം. അതുപോലെ തന്നെ പാൽ ഇഷ്ടപ്പെടുന്നവരാണ് പാൽ കഴിക്കാം. അതുപോലെ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നതായ നല്ല ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ ക്വാണ്ടിറ്റി കഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചാലും ക്വാളിറ്റിയുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ബലം നൽകും. നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നറിഷ്മെൻറ്റും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ സ്വഭാവം, ബിഹേവ് പ്രോപ്പർലി വിത്ത് അതേഴ്സ്. വീട്ടിലുള്ളവരോടായാലും ശരി, ശരി, കമ്മ്യൂണിറ്റിയോടായാലും, ഈവൻ വീട്ടിലുള്ള ജോലിക്കാരോടായാലും ആരോടായാലും വളരെ പ്രോപ്പറായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണം. അതായത് മറ്റുള്ളവർക്ക് ഒരുമാതിരി ശല്യം തോന്നുന്ന രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ സ്വഭാവം നമ്മളെ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ ശല്യമായി തീരരുത് ഒരിക്കലും. നമ്മളെ തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, ദേഷ്യം വന്നാൽ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ആകാതിരിക്കുക. സ്വന്തം മക്കളെ തന്നെ ആയിരിക്കുക. പക്ഷേ അവർക്ക് പലവിധമായ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല്ല ഇത് എന്നെ നോക്കണം, അല്ല എൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് നിർബന്ധം ഒരിക്കലും ഉണ്ടാകരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ലോകത്ത് അറിയാം, ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ടുള്ള തിരക്കിലും, അതുപോലെ അവരുടെ ജോലി കാര്യങ്ങൾ, അവർക്ക് അവരുടേതായ സ്ട്രെസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കളാണെങ്കിലും സ്കൂളിൽ പോകുന്നവർ, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തരായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ഉള്ളത് നല്ലത്, ഇല്ലാത്തവർ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഫാദർ 95 ഇയേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ 96th ഇയറാണ്. അപ്പോൾ രോഗമില്ലാത്ത ആളാണെന്ന് പറയാൻ പറ്റില്ല. 2 സർജറി, ഹാർട്ടിൻ്റെ തന്നെ ബൈപ്പാസും ഓപ്പൺ ഹാർട്ടും സർജറി കഴിഞ്ഞ ആളാണ്. അതുപോലെ ഒരു ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞാണ്. പല കാര്യങ്ങളിലും എൻ്റെ ഫാദർ ഒരു മോഡലായിട്ട് ഞാൻ കാണാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്ന പോലെ ഭക്ഷണം കഴിക്കും, ഡോക്ടർ പറയുന്ന പോലെ വ്യായാമം എന്ന് പറഞ്ഞാൽ അവരുടെ ഏജിന് വർഷങ്ങളായിട്ട് വാക്കിങ് മുടക്കാത്തൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ലിമിറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. മറ്റുള്ളവർക്ക് അധികം ശല്യപ്പെടുത്താതെ, അധികം ഡിപ്പെൻഡ് ആകാതെയും ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ 95-ാം വയസ്സിലും തൻ്റെ സ്വന്തം കാര്യം ചെയ്യാനായിട്ടുള്ള ആരോഗ്യവും അതിനുള്ള മനസ്സും ഉണ്ട്. അത് ഒരു വലിയ ഒരു മോഡലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ഫാദർ നടക്കാൻ പോകുമ്പോൾ ഒരു വടി ഉപയോഗിക്കും, പക്ഷേ സാധാരണ നടക്കുമ്പോൾ വടിയൊന്നും ഉപയോഗിക്കാറില്ല. ഇന്ന് ഈ 95 വയസ്സായിട്ടും എൻ്റെ ഫാദർ കൂനിയിട്ടില്ലെന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് നമ്മളെ തന്നെ സ്വയം ശ്രദ്ധിക്കുകയും നമ്മളെ തന്നെ സ്വയം ശുശ്രൂഷിക്കുകയും ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അത് ഏത് പ്രായക്കാർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ആകാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, പ്രായമായവർ അവർ ഹൈജീനിക്കായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും വന്നിട്ട് ദേഹം കഴുകാനും, അതുപോലെ തന്നെ വസ്ത്രം മാറാനും, അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ അലമാരി നിറയെ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി അത് ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല. നമുക്കുള്ളതിൽ നല്ല വസ്ത്രങ്ങൾ നമ്മൾ വീട്ടിലിരുന്നാലും ഭംഗിയായി ഡ്രസ്സ് ചെയ്ത് നമ്മൾ നല്ല വെൽ ഡ്രസ്ഡായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ മാത്രം പറയുന്നില്ല, ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടർ പറഞ്ഞിട്ട്, ലേഡി ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അവർ പറയുന്നത്, നമ്മൾ ദിവസവും നമ്മുടെ അപ്പിയറൻസിൽ തന്നെ നമുക്ക് പകുതി
ഒരു എന്തൂസിയാസവും നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. നമ്മൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ നല്ലതായിട്ട് നമ്മളെ തന്നെ കരുതുമ്പോൾ. അതുപോലെ തന്നെ ലേഡീസ് ആണെങ്കിൽ നമ്മുടെ അമ്മമാരും നമ്മളെ പോലെയുള്ളവരൊക്കെയും നമ്മൾ നല്ലതായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈ ഫാഷനിൽ പോകാനല്ല പറയുന്നത്, പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഡ്രസ്സിങ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ തല ചീവുക, അതുപോലെ ചെറിയ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ലൈറ്റായിട്ടിടുക. അതുപോലെ ആഭരണങ്ങൾ നിറയെ കാണുമായിരിക്കും. ഉള്ളവർ അത് സൂക്ഷിച്ച് അലമാരിയിൽ വെക്കാതെ ദിവസം ഒരെണ്ണം ഒരു ആഭരണം ഇടുക. വെളിയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാറ്റിയിടുക. അങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് വേണ്ടതായ സന്തോഷം തരുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വിരലുകൾ, നഖമൊക്കെയും വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. അതൊക്കെ ക്ലീനാക്കണം, നെയിൽ കട്ട് ചെയ്യണം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോവുക. ലേഡീസിന് പോകാവുന്നതാണ്. 2-3 മാസത്തിലൊരിക്കൽ പോയാൽ മതി. അപ്പോൾ നഖമൊക്കെ വെട്ടി എല്ലാം വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി തരും. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ദിവസവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് നടക്കുന്നത് കാണുമ്പം തന്നെ വീട്ടിലുള്ളവർക്ക് തന്നെ തോന്നും, തരക്കേടില്ലല്ലോ, ഞങ്ങളുടെ അമ്മച്ചി സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണെന്നുള്ളതാണ്. നമ്മൾ വൃത്തികെട്ട് നമ്മൾ ഈ പഴയ തുണിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതിനെ കഴിഞ്ഞും ഏറ്റവും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയാൻ വേണം, നമ്മൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രീ ടൈംസിൽ നമുക്കുള്ള പാഷന്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും, ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കും, ചിലർക്ക് എഴുതുന്നതായിരിക്കും, ചിലർക്ക് പാടുന്നതായിരിക്കും. അങ്ങനെ പലവിധമായ, ചിലർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും. എന്നെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് പക്ഷേങ്കിൽ എനിക്ക് ഡ്രോയിങ്ങൊക്കെ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു. പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ അതിനുള്ള സമയം എനിക്കില്ലെന്നുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കുക്കിങ് കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു, അവർ കൈ ഫ്രാക്ചറായിട്ട് അവരിപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് വീടിനുള്ളിലുള്ള ജോലികളും കൂടെ ഞാൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ലിമിറ്റഡായിട്ട് അല്ല അങ്ങനെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ പെയിൻറ്റിങ് ചെയ്യാൻ എൻ്റെ പെയിൻ്റൊക്കെ ഉണങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ അതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ അടുത്തതാണ് വായനാശീലം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ പുസ്തകമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തന്നെ നല്ലവണ്ണം ആക്ടിവേറ്റ് ആകും എന്നുള്ളതാണ്. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്താൽ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരായാലും അവർക്ക് അവരുടെ പ്രാർത്ഥനകൾ കാണും, അതുപോലെ തന്നെ അവർക്ക് വായിക്കാൻ അവരുടെ ഗ്രന്ഥങ്ങൾ കാണും. അതൊക്കെയും നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് അതിനൊന്നും സമയം ഉണ്ടാവില്ല. നമുക്ക് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനൊന്നും ടൈം കിട്ടിയെന്നിരിക്കില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയത്ത് അത് വേസ്റ്റ് ചെയ്യാതെ അതിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ അത് വായിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ചിലവഴിക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ഡെയിലി നമ്മളെവിടെയും പോകുന്നില്ലേലും ഒന്നും ചെയ്യുന്നില്ലേലും അന്നൊന്ന് എന്ത് ചെയ്തു എന്നുള്ള ഒരു ചെറിയ ഡയറിയിൽ എഴുതി നോക്കാൻ തുടങ്ങുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാഴ്ച എഴുതി കഴിഞ്ഞിട്ട് നിർത്തുകയല്ല വേണ്ട, ദിവസവും വന്നിട്ട് ഒരു ലൈനേ ഉള്ളതിലും ആ ഒരു ലൈൻ എഴുതുക. അന്ന് എന്ത് ചെയ്തു എന്നുള്ളതും അന്ന് എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളത് വായിച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷം പകരുന്നതായിട്ട് തോന്നും. ആ ഡയറി എഴുതുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സമയം കണ്ടെത്തണം. ആരാധനയ്ക്കായിട്ട് ചർച്ചിൽ ടെമ്പിളിലൊക്കെ പോകാനായിട്ട് അത് വന്നിട്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുവാനായിട്ടൊക്കെ നമ്മൾ അതിന് ഉത്സാഹം കാണിക്കണം. അതിനുള്ള സമയം കണ്ടെത്തണം. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കോണ്ടാക്ട്സ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കുക. എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വിളിച്ചവരെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ മാറി മാറി ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പുതിയ വിശേഷങ്ങൾ അറിയാൻ പറ്റും. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഇഷ്ടമുള്ളവരെ വിളിക്കുക. അതുപോലെ തന്നെ എന്നും വന്നിട്ട് നമ്മൾ കാത്തിരുന്ന് ഇന്നെന്താവോ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല.
നമ്മളുടെ ജീവിതത്തിൽ ഇത്രയും കാലങ്ങൾ കടന്നു പോയി കഴിഞ്ഞു. 2025 വർഷത്തോടു കൂടി അതുവരെയുള്ളതെല്ലാം പ്രശ്നങ്ങൾ, ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനെ നമ്മൾ മാറ്റി ഈ 26 വർഷത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല, വരാൻ പോണതും അറിയില്ല. അപ്പോൾ ഇന്നെന്താണെന്ന് നോക്കിക്കൊണ്ട് ഇന്നത്തേക്ക് മാത്രം ജീവിക്കുക, ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി നമ്മൾ ടൈം ചിലവഴിക്കുക, വറി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം, നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മുടെ പ്രയോറിറ്റീസ്, അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അത് തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്യാൻ നല്ലത്. പക്ഷേ അതിന് ടൈം കിട്ടിയില്ലെങ്കിൽ അന്ന് രാവിലെയെങ്കിലും ഇന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അതിൽ പ്രയോറിറ്റീസ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകാതെ ചെയ്യുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മളത് മറന്നു പോയോ, അത് റിന്യൂവൽ ഡേറ്റ് ആയിരുന്നു അല്ല ഇന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാക്കാതെ നമ്മൾക്ക് അന്നത്തെ ദിവസം നമ്മൾ ഡയറിയിൽ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ള അവിടെ ഒരു സ്ലിപ്പിൽ ഒരു സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ടിക്ക് ഇട്ടാൽ മതി വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ പ്രയോറിറ്റീസ് ചെയ്യുക. അതുപോലെ തന്നെ മെഡിസിൻ എടുക്കുന്നവർ മെഡിക്കേഷൻ കറക്റ്റായിട്ട് എടുക്കണം, അത് ഡോക്ടർ പറയുന്ന പോലെ എടുക്കണം. പ്ലസ് ടൈം അനുസരിച്ച് മെഡിസിൻ എടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്, അത് റെഗുലറായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ ഭാഗവും വെള്ളമാണെന്നറിയാം, പക്ഷെ നമുക്ക് ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് ദാഹം അത്ര ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ദാഹിക്കുന്നില്ല എന്ന്. ആക്ച്വലി അത് ആ ഫീലിങ്സ് നമുക്ക് വരാത്തതാണ്. നമ്മുടെ ശരീരം സ്കിന്നൊക്കെ ഡ്രൈ ആയി നമുക്ക് പലവിധമായ എൻസൈമ പോലുള്ള പല പ്രശ്നങ്ങളുണ്ടാകാനായിട്ടുള്ള വലിയൊരു കാരണമാണ് ഡീഹൈഡ്രേഷന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിഡ്നി പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക. അതിലൊരു ഫ്ലാസ്കിലൊരു ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് ഒത്തിരി വെള്ളം കുടിക്കുകയല്ല, സിപ്പ് ചെയ്ത് 1/2 ഗ്ലാസ് വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചായ, പലതരത്തിലുള്ള ചായകൾ ഇന്ന് അവൈലബിളാണ്. ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജീരവെള്ളം ഉണ്ടാക്കാം, മല്ലിയുടെ വെള്ളം ഉണ്ടാക്കാം, പലവിധ പുതിനയുടെ ഇത് ഇട്ടിട്ട് ചെയ്യാം, അതുപോലെ പേരയുടെ ഇല ഇട്ട് ചെയ്യാം. പലതരത്തിലുള്ള വെറും വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അതിനെ നമ്മൾ ദിവസവും ഒരേ ടേസ്റ്റ് കുടിക്കാതെ മാറ്റി മാറ്റി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസുകൾ, അത് റെഡിമെയ്ഡ് വാങ്ങാതെ ഫ്രൂട്ടിനെ വന്നിട്ട് നമ്മൾ ജ്യൂസാക്കി അങ്ങനെ കുടിക്കുക. ഷുഗർ ഇല്ലാത്തവർക്ക് അതൊക്കെ ചെയ്യാം. ഷുഗർ ഉള്ളവർ അവർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ജ്യൂസുകൾ കുടിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നല്ല ആരോഗ്യമൊക്കെ ഉത്സാഹവും ഒക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹവും അതുപോലെ തന്നെ ആരോഗ്യവും അതിനുള്ള ഒരു ചുറ്റുപാടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യണം. ട്രാവൽ ഒരുപാട് ദൂരം പോകണമെന്നൊന്നുമില്ല. നമ്മുടെ ടൗണിലോ അല്ലെ നമ്മുടെ സിറ്റിയിലോ അല്ലെ നമ്മളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലോ ദൂരേക്ക് പോകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു നല്ല ഔട്ടിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നമ്മൾക്ക് നല്ല ഒരു ഫ്രഷ്നെസ് തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർക്ക് അടുത്തുള്ളവർക്കാണെങ്കിൽ ഈവനിങ്സിലൊക്കെ പാർക്കിൽ ഒരു റൗണ്ട് നടന്ന് കൂട്ടുകാരെയൊക്കെ കണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ട് സാധിക്കും. വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ ഇനി അധികം കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സീനിയർ സിറ്റിസൺസും അല്ലാത്തവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ആശംസയോടെ ഈ വീഡിയോ ചുരുക്കുന്നു. ബൈ ടു ഓൾ. ബൈ.